ഹലോ. നമ്മള് നമ്മുടെ ബിസി ലൈഫ് സ്റ്റൈലില് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സാധനമാണ് സൊമാറ്റോ. പ്രത്യേകിച്ച് ബാംഗ്ലൂര് പോലെയുള്ള സിറ്റികളിലെ ആൾക്കാര് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ഫുഡ് ഡെലിവറി ആപ്പുകൾ. ഞാൻ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചതിനുള്ള ഏറ്റവും വലിയ കാരണം സൊമാറ്റോ നടത്തുന്ന തട്ടിപ്പായിട്ടോ അല്ലെങ്കിൽ പാവങ്ങളെ ഊറ്റി ജീവിക്കുന്നതായിട്ടോ തോന്നിയത് കൊണ്ടാണ്. നമ്മള് സൊമാറ്റോ ഓപ്പൺ ചെയ്ത് അതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റ് തെരഞ്ഞെടുത്ത് അതിന്റെ അകത്ത് നിന്ന് ഒരു ഡിഷ്, ഏതെങ്കിലും ഒരു ഡിഷ് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കുമ്പോൾ അവര് അവിടെ എടുക്കുന്ന ചാർജുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. റെസ്റ്റോറന്റ് പാക്കിംഗ് ചാർജ്, ഡെലിവറി പാർട്ട്ണർ ഫീ, പ്ലാറ്റ്ഫോം ഫീ, GSTയും പാക്കിംഗ് ചാർജും റെസ്റ്റോറന്റിന്റെയും ഗവൺമെന്റിന്റെയും ആണെന്ന് സമ്മതിക്കാം. ഇവിടെ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞൊരു സാധനം, അത് ആദ്യം ഉണ്ടായിരുന്നത് 3 രൂപ എങ്ങാണ്ടായിരുന്നു. അത് ഗണേശോത്സവത്തിന്റെ സമയത്ത് എങ്ങാണ്ട് ഇവര് 10 രൂപയാക്കി. ആ സമയത്ത് ഇത് ചില കസ്റ്റമേഴ്സ് ചോദിച്ചപ്പോ അവര് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് കുറയ്ക്കാം അല്ലെങ്കിൽ മാറ്റാം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അത് എത്തി നിൽക്കുന്നത് 12.50 രൂപയിലാണ്. ഇതാണോ നിങ്ങളുടെ കുറയ്ക്കല് അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റം? ഒരു റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഡിഷിന് ഇവരെടുക്കുന്ന വില അവരുടെ അവിടുത്തെ വിലയേക്കാൾ 150 രൂപയിൽ കൂടുതലാണ് വരുന്നത്. വിത്ത് പ്രൂഫ് എനിക്കിത് ഇവിടെ തെളിയിക്കാൻ പറ്റും. നമ്മൾ ആക്ച്വൽ ആയിട്ട് ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് അവിടെ അവരെടുക്കുന്ന ഒരു ഡിഷിന് 100-150 രൂപയായിരിക്കും. ഇവരുടെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോ അല്ലെങ്കിൽ സൊമാറ്റോയിൽ നമ്മൾ കയറി നോക്കുമ്പോ ഈ സെയിം ഡിഷിന് ഇവർ കാണിച്ചിരിക്കുന്നത് 200-300 ഒക്കെയാണ്. ആൾക്കാരെ മാക്സിമം ഊറ്റി ജീവിക്കുന്ന സൊമാറ്റോ. ഞാൻ പ്രൂഫ് അടക്കം ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. നമ്മള് ഈ ഒരു ഡിഷ് വാങ്ങിച്ച് ഡിഷിന് അവർ എക്സ്ട്രാ കൊടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് കൂടാതെ എക്സ്ട്രാ ചാർജുകളാണ്. ഡെലിവറി ഫീ വേറെ, പ്ലാറ്റ്ഫോം ഫീ വേറെ. ഞാൻ സൊമാറ്റോ അധികം യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുമാത്രമല്ല, നമുക്ക് കിട്ടിയ ഡിഷിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്ന പരിപാടി ചില സമയത്ത് നമുക്ക് ഫുൾ എമൗണ്ട് ഇവര് റീഫണ്ട് ചെയ്ത് തരും. അതല്ലാതെ ചില സമയത്ത് ഇവര് കാണിക്കുന്ന ഒരു തെണ്ടിത്തരമുണ്ട്. നമ്മള് 300-400 രൂപയും കൊടുത്തിട്ടായിരിക്കും ഒരു ഡിഷ് ഓർഡർ ചെയ്യുന്നത്. ഇവര് നമുക്ക് റീഫണ്ട് ചെയ്യുന്നത് ഇതേ എമൗണ്ടിന്റെ നേരെ ഹാഫ് ആയിരിക്കും. നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസേനേക്കാളും ഹാഫ് കിട്ടിയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കോ, പക്ഷെ അത് പാവപ്പെട്ട ജനങ്ങളെ കൊന്നു തിന്നോണ്ടാവരുത്. 100-200 രൂപയുടെ ഡിഷിന് നിങ്ങൾ 400-500 രൂപ ഈടാക്കുമ്പോ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ കണ്ണീരും ശാപവും കൂടെ ആ കൂട്ടത്തില് നിങ്ങളുടെ പ്രോഫിറ്റിന്റെ കൂട്ടത്തിൽ വരും. കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വെറുതെ പോത്തില്ല. ഇങ്ങനെ ആൾക്കാരെ കൊന്ന് തിന്ന് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഇതിന് തിരിച്ചടി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പറയാം, എന്തിനാ സൊമാറ്റോനെ ആശ്രയിക്കുന്നേ? അടുത്ത കടകളുണ്ടെങ്കിൽ അവിടെ പോയി മേടിച്ചാ പോരെ. എടാ, അടുത്ത കടകളിൽ പോയി മേടിക്കാൻ പറ്റാത്ത അത്രയും ബിസി ആയിട്ടുള്ള ആൾക്കാര് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഇതില് എന്തേലൊക്കെ കഴിച്ച് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൾക്കാർ ഈ സൊമാറ്റോ എന്ന് പറയുന്ന ആപ്പിനെ ആശ്രയിക്കുന്നത്. പക്ഷേ ഇത്രയും വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ ആൾക്കാരെ കൊല്ലുന്ന രീതിയിലുള്ള ഊറ്റി ജീവിക്കുന്നതിനുള്ള പ്രോഫിറ്റ് ഇവർ ഉണ്ടാക്കുന്നുള്ളത് ഈ പാവപ്പെട്ട ജനങ്ങൾ അറിയുന്നില്ല. ഞാൻ പോലും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് സൊമാറ്റോയുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആണെന്ന് നിങ്ങൾ എന്നെയും കൂട്ടിക്കോ. പക്ഷെ ഞാൻ പോലും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇതിന്റെ ഇടയിലാണ്. നമ്മള് ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങി അതിന്റെ ബില്ല് കൈ കിട്ടിയപ്പോഴാണ് ഇതേ ഡിഷ് ഞാൻ അതിൽ ഓർഡർ ചെയ്യുമ്പോൾ ഇത്രയും എക്സ്ട്രാ എമൗണ്ട് വരുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കൊന്ന തിന്നരുത് പ്ലീസ്. ശരി എന്നാ.